അവൻ്റെ വാക്കുകൾ അവളിൽ ഞെട്ടലുണ്ടാക്കി. അവളുടെ കണ്ണുകളൊന്നു മിഴിഞ്ഞു. കൂടെ അവ നിറഞ്ഞ് രക്തവർണ്ണമായി. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അവനിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കാത്ത മട്ടെ അവളുടെ കൈകളും അവനെ വട്ടം പിടിച്ചു. പെട്ടെന്നെന്തോ ആലോചിച്ച പോലെ അവളുടെ പിടി അവനിൽ നിന്നും വിട്ടു. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു. അവൾ മുഷ്ടി ചുരുട്ടി അവൻ്റെ വയറ്റിൽ തന്നെ ഒന്ന് കൊടുത്തു. കിട്ടിയ ഇടിയിൽ അവൻ എരിവ് വലിച്ചുകൊണ്ട് അവളിൽ നിന്നും മാറി നിന്നതും കാണുന്നത് കണ്ണും വിടർത്തി ഭദ്രകാളി ലുക്കിൽ നിൽക്കുന്ന മണിയാണ്. നിനക്കെന്തോന്നാടി, മൂഡ് ചേഞ്ച് ഡിസോർഡറോ? കോപ്പ്. അവൻ വയറ്റിൽ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. കോപ്പല്ല, കൊട്ടത്തേങ്ങ. നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ല അല്ലേ? ഇയാൾ തന്നെയല്ലേ പറഞ്ഞത് ഉമ്മ വച്ചാലും കണ്ണി നോക്കിയാലും അതൊന്നും ഇഷ്ടാകില്ല എന്ന്. പിന്നെ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ? പറ, അതിഷ്ടമല്ലേ? പറ. അതും ഇഷ്ടത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ലേ? അവൾ ഓരോന്ന് എണ്ണിപ്പെറുക്കി ചോദിക്കുന്നത് കേട്ട് അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങിയതും അവൾ ഒരു കൈ വെച്ച് അവനെ തടഞ്ഞു. വരണ്ട, ആദ്യം ചോദിച്ചതിന് ഉത്തരം താ. ഇഷ്ടമല്ലേന്ന്. ഇതും എന്നെ പറ്റിക്കാൻ കാണിക്കുന്നതാണോ? അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞുപോകും. അവൻ അവളെ ഒരു വേള നോക്കി. നിറഞ്ഞു വരുന്ന കണ്ണുകൾ പുറമേ കാണാതിരിക്കാനായി വാശിയോടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. മൂക്കിൻ തുമ്പ് മുതൽ കവിളുകളിൽ പോലും ആ ചുവപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ മെല്ലെ അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് വിരൽ വെച്ച് തട്ടി. പറയാതെ മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ മണിക്കുട്ടിക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും എൻ്റെ സമാധാനത്തിന് വേണ്ടി പറയാം, ഇഷ്ടമാണെടി ഈ ശീമക്കൊന്നേ. കുറേ നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. കാരണം പേടിയായിരുന്നു നിന്നെ. അവൻ കുസൃതിയോടെ പറഞ്ഞു നിർത്തി. അവളുടെ മുടിയിഴകളിലൊന്ന് തലോടി. അന്നാദ്യമായി അവൾ അവന് വേണ്ടി മാത്രം മനോഹരമായി പുഞ്ചിരിച്ചു. ഇപ്പോൾ വിശ്വാസമായോ? അവൻ മെല്ലെ ചോദിച്ചു. അവൾ എന്തോ ആലോചിച്ച പോലെ തലയാട്ടി. ഇഷ്ടമാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ നല്ല കാലം കൊണ്ടാ. അല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അവൻ്റെ വാക്കുകളിൽ കുസൃതി നിറഞ്ഞു. കുത്തിപ്പിടിച്ച് വാങ്ങിച്ചാനേ. എന്തുട്ട്? അവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിച്ച കപ്പയില്ലേ, അത് തന്നെ. ഇഷ്ടമാണെന്ന് ഒറ്റ വിശ്വാസത്തിലാണ് തന്നത്. അല്ലെങ്കിൽ കാണായിരുന്നു. പിന്നെ എന്നും കിട്ടും എന്നൊന്നും കരുതണ്ട, ഞാൻ തരില്ല. എനിക്ക് തരുന്നത് എനിക്ക് കഴിക്കാനാ. മേലാൽ അതും ചോദിച്ചു വന്നാ. അവൾ ഭീഷണി രൂപത്തിലൊന്ന് വിരൽ ചൂണ്ടി. അവനാണെങ്കിൽ വേണ്ടായിരുന്നു എന്ന മട്ടെ പല്ലും കടിച്ചുകൊണ്ട് അവളെ നോക്കി. നൈസായിട്ട് അവൾ അപമാനിച്ചു വിട്ടത് അവൻ്റെ റൊമാൻസിനെയാണ്. അവന് റൊമാൻസ്, അവൾക്കത് ആർത്തി. ഇതിന് ശരിക്കും ബുദ്ധിയില്ലേ ദൈവമേ? അവൻ മനസ്സിൽ ഓർത്തുപോയി. എന്താടോ നോക്കി പഠിപ്പിക്കുന്നത്? മണി സാധാരണ ഗൗരവത്തിൽ തന്നെ. ഒന്നുമില്ല എൻ്റെ പൊന്നു, മോള് സ്ഥലം കാലിയാക്കാൻ നോക്ക്, അല്ലെങ്കിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കിയെന്നിരിക്കും. ഓ, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസാ. ചേട്ടൻ ചെല്ലി, ചേച്ചിക്ക് ഇച്ചിരി തിരക്കുണ്ട്, പോട്ടെ മോനെ. അവനെ നോക്കി കള്ളിച്ചിരിയും ചിരിച്ചുകൊണ്ട് പടികൾ കയറുന്ന മണിയെ കണ്ട് അവനൊന്ന് തിരിയാൻ നിന്നു. നന്ദേട്ടാ. പെട്ടെന്ന് അവളുടെ വിളി കേട്ട് അവൻ അവിടെ തന്നെ നിന്നതും ധാവണി പാവാടയും പൊക്കിക്കൊണ്ട് അവൾ അതേ സ്പീഡിൽ തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ മുന്നിൽ നിന്നൊരു കള്ളച്ചിരി ചിരിച്ചു. അവളുടെ ഭാവം കണ്ട് അവൻ സംശയത്തോടെ മുഖം ചുളിച്ചു. എന്താടി? തന്നില്ല. കവിളും കാണിച്ച് കൊഞ്ചലോടെ നിൽക്കുന്ന മണിയെ കണ്ട് അവനൊരു നിമിഷം ഞെട്ടി. ഇത് മണി തന്നെയാണോ? താൻ നന്ദേട്ടാ, പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. അവൾ കണ്ണു അടച്ച് തലയും ചെരിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. ഈശ്വര, കിസ്. അവൻ മെല്ലെ ചുണ്ടുകൾ അവളുടെ കവിളിലായി പതിപ്പിച്ചതും അവളുടെ കൈ അവൻ്റെ വയറ്റിലായി തന്നെ പതിഞ്ഞു. അവൻ നോക്കുമ്പോൾ ചുണ്ടും കുറിപ്പിച്ച് അവനെ നോക്കി. അവൻ ഉമ്മ വെച്ച ഭാഗം തുടച്ചു കളയുന്ന മണി. താൻ എന്താണോ ഈ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ടാണ് എന്നെ ഉമ്മ വെച്ചേ? അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് അവൻ പോലും ഞെട്ടി. നേരത്തെ റമോ, ഇപ്പോൾ അന്യൻ. അവളെന്താ അന്യൻ്റെ ഫീമെയിൽ വേർഷനാ? താൻ നന്ദേട്ട എന്നും പറഞ്ഞ് കവളും കാണിച്ചു നിന്നിട്ട് ഉമ്മ തന്നപ്പോൾ നിനക്ക് അഹങ്കാരം, കോപ്പ്. ഇതെന്ത് ഇടിയാടി? വയറും തടവിക്കൊണ്ട് നന്ദൻ പറഞ്ഞു. അപ്പോഴാണ് അവൾക്കും കത്തിയത്. കൈവച്ച് വീണ്ടും ഉമ്മ വെച്ച ഇടം നന്നായി തടവി. അതിനാർക്ക് വേണമടോ തൻ്റെ ഉമ്മ? എനിക്ക് വേണ്ടത് ഈ കവളി ഠേ എന്ന് പൊട്ടുന്നൊരടിയാ. ഇന്നേക്കുള്ളത് കിട്ടിയില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഉഷാറ് പോരാ, വേഗം തന്നെ. അവളുടെ സംസാരം കേട്ട് അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. ടൈം വെച്ച് അടി വാങ്ങുന്ന കുട്ടിയെ. തെറ്റുപറ്റിപ്പോയി. കുട്ടിയുടെ ആത്മാർത്ഥത ഇതുവരെ ആരും അറിയാതെ പോയി. കവിളും കാണിച്ചു നിൽക്കുന്ന അവളെ അടിമുടി നോക്കിക്കൊണ്ട് നന്ദൻ അവളുടെ കവിളിലൊന്ന് തട്ടി. അങ്ങനെയല്ല നന്ദേട്ടാ. ടോ എന്ന ശബ്ദം കേൾക്കുമ്പോൾ 2 മിനിറ്റ് ചെവിയിൽ പുക കയറിയതുപോലെ ആകണം. വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൾ വീണ്ടും കവിള് കാണിച്ചു കൊടുത്തതും അവൻ അവിടെ ഒന്ന് ഒഴിഞ്ഞു. നിനക്കൊന്നുമില്ല, പേടിക്കണ്ട. അവൻ പറഞ്ഞതും അവൾ മെല്ലെ തല ഉയർത്തി അവനെ നോക്കി. ഒരടിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ? ഒരടി പ്ലീസ്. ഡി കയറിപ്പൊടി.
അവൻ നെറ്റിയിൽ വിരൽ വെച്ച് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, നന്ദേട്ടാ പ്ലീസ്, എന്നെ ഇഷ്ടമാണേല്. ഇനി ഈ ഭാഗത്ത് നിന്നെ കണ്ട എടുത്ത് കുളത്തിലെറി ഓടറി. അവൻ അലറിയതും അവൾ കയറി ഓടി. വെറും പേടി കൊണ്ട്. അവൻ്റെ അടി പേടിയല്ല, അടുത്തത് വരുന്നത് നല്ല സുപ്രഭാത കീർത്തനാകും എന്നവൾക്ക് നന്നായി അറിയാം. ഭ്രാന്ത്. അവൾ പോയ വഴിയെ നോക്കി ചിരിയോടെ അവൻ മെല്ലെ പറഞ്ഞു, അക്കരെ നിന്നാലിങ്ങനെ ആശ തീരും, ആശ തീരും. ഒന്നെങ്കിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. വയൽ കടന്ന് മുകളിലേക്കുള്ള ചെങ്കൽ പടവിലിരുന്ന് സിപ്പപ്പും മുന്തി പാടുകയാണ് പാറു. വയൽ കടന്ന് വരുന്നൊരു ചെറുപ്പക്കാരനെ കണ്ട് അവളൊന്ന് വിളിച്ചു, വിച്ചേട്ടായ്. വരുന്നത് ഇങ്ങോട്ടാണെന്നറിഞ്ഞിട്ടും വെറുതെ ഒന്ന് കോഴി വിളിച്ചു. അവൻ ചിരിയോടെ ചളിയിലേക്ക് കാല് തന്നാതെ നടന്നു. അല്ല, എവിടെ നിന്റെ വേതാളം? അല്ലെങ്കിൽ രണ്ടിനെ ഒരുമിച്ചല്ലേ കാണാൻ കഴിയുക? വന്നപ്പോൾ തന്നെ ചോദ്യം ദഹിക്കാത്ത മട്ടെ സിപ്പപ്പും നുണഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി. ഓ, അവളുള്ളിലുണ്ട്, അടുക്കളയിലാണ്, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയില്ല. അവൾ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതും ആ കട്ടിമീശൊന്ന് പിരിച്ചുകൊണ്ട് അവൻ ചിരിച്ചു. അതെങ്ങനെയാ? തിന്നണം, ആരെങ്കിലും മെക്കെട്ട് കയറണം, 2 വാങ്ങണം, ഉറങ്ങണം, അതുമാത്രമല്ലേ ചിന്തയിലുള്ളൂ. അവൻ ആ ചിരിയോടെ തന്നെ പറഞ്ഞതും അവളുടെ മുഖം കൂർത്തു. താൻ പോടോ, വീട്ടിൽ കയറുന്ന അപമാനിക്കുന്നു. പോയെ, അന്വേഷിച്ച് വന്നവർ മുറ്റത്തുണ്ട്, ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. കയ്യിലെ സിപ്പപ്പ് ഒന്നുകൂടെ നുണഞ്ഞുകൊണ്ട് കല്ലിനോട് ചേർന്നിരുന്നതും അവൻ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. മുറ്റത്ത് തന്നെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നന്ദനും ഗൗതമും നിൽക്കുന്നുണ്ട്. ആ വന്നോ മാവേലി, 2 ദിവസമായിട്ട് ഇങ്ങോട്ടൊരു വരവ് പോലുമില്ല. ഇപ്പം തെണ്ട് തിരിഞ്ഞ് വന്നത് കണ്ടില്ലേ? വിച്ചുവിനെ കണ്ടതും നന്ദൻ പറഞ്ഞു. വിച്ചു സൗമ്യവും അങ്ങേയറ്റം ആകർഷണീയവുമായ ആ പുഞ്ചിരി തിരികെ നൽകി. പെണ്ണ് കാണലും കൂട്ടങ്ങളും ഒക്കെയായി തിരക്കിലായിരുന്നടാ. തല ചൊറിഞ്ഞുകൊണ്ട് വിച്ചു പറഞ്ഞു. പെട്ടെന്ന് 2 കണ്ണുകൾ അവനെ ഉറ്റുനോക്കി. പെണ്ണ് കാണലോ? ശരിയാക്കി തരാടോ. എന്നിട്ടെന്തായി? ഉടനെ കിട്ടും ഒരു സദ്യ. സദ്യ അമ്മ കെട്ടുവാണേൽ ഒരു സദ്യ കിട്ടും. ഞാൻ കേട്ടിട്ട് അതുണ്ടാകുന്ന കരുതണ്ട. അതെന്താടാ, ഇഷ്ടപ്പെട്ടില്ലേ? നീ അതിനൊന്ന് കാണണം. 2 ടിന്ന് പെയിൻറ്റ് മുഖത്ത് പൂശിയിട്ടുണ്ട്. അതിനെ കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം ഒരു പെയിൻറ്റിങ് കട തുടങ്ങണം. നമുക്ക് വല്ല നാടൻ, ഒരു നാണം കുടുങ്ങി അച്ചടക്കമുള്ളൊരു പെണ്ണിനെ മതിയേ. എന്തിനാ? ഷോക്കേസിൽ വെക്കാനാ? പെട്ടെന്ന് ആരുടെയോ ചോദ്യം കേട്ട് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിലെ സിപ്പപ്പും നുണഞ്ഞ് ഉമ്മറത്തേക്ക് കയറാൻ നിൽക്കുന്ന പാറു. നന്ദൻ അവളെ ഒന്ന് തുറച്ചു നോക്കി. എന്നാൽ വൈഷ്ണവിൻ്റെ ചുണ്ടിൽ പതിവ് പുഞ്ചിരി തന്നെ. അവൾ മുഖമൊന്ന് വെട്ടിത്തിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു. ആ നാക്കണ്ടെന്നേ ഉള്ളൂ. ഗൗതം സൗമ്യമായി പറഞ്ഞു. അറിയാം. എന്തറിയാന്ന്? അറിയാതെ പോലെ 2ൻ്റെ അടുത്ത് പോലും പോകരുത്. ബുദ്ധിയില്ലാത്ത ഇനങ്ങളാ, കൊന്നിട്ട് പറയും ബ്രീത്തിങ് പ്രോബ്ലം ആണെന്ന്. ഗൗതം ചിരിയോടെ പറഞ്ഞു. വിച്ചുവും ചിരിക്കുകയായിരുന്നു. ആൻറ്റി, ചായ ഉണ്ടോ? ചൂടുവെള്ളം മതിയോ? ശ്രുതിയുടെ ചോദ്യത്തിന് അടുപ്പത്തെന്തോ സഹായിച്ചുകൊണ്ടിരുന്ന മണിയാണ് മറുചോദ്യം ഉന്നയിച്ചത്. ശ്രുതി അവളെ ഒന്ന് തുറച്ചു നോക്കി. എവിടെ? കുലുക്കമില്ല. അമ്മ ഒരു ചിരിയോടെ 2 പേരെയും നോക്കി. ഈ കുട്ടിയുടെ ഒരു തമാശ. മോളെ, അടുപ്പത്തുണ്ട്, അതൊന്ന് എടുത്തു കൂട്ടിക്കോ. കൈ പൊള്ളുമോ ആൻറ്റി? അവൾ അല്പം പേടിയോടെ ചോദിച്ചു. ഏയ്, ചൂട് തൊട്ടാൽ പൊള്ളുകയേയില്ല, നല്ല സുഖമായിരിക്കും, ഒന്ന് ട്രൈ ചെയ്തു നോക്ക്. മണി ഇച്ചിരി ഉറക്ക തന്നെ അതും പറഞ്ഞുകൊണ്ട് ഞൊടിയിടയിൽ അവിടെ നിന്നും മാറി. അവൾ പോയ വഴിയെ നോക്കി അമ്മയൊന്ന് ചിരിച്ചു. തല ഒന്ന് ചിരിച്ചപ്പോൾ കാണുന്നത് ചായപാത്രത്തിലേക്ക് തലയിട്ട് നോക്കി നിൽക്കുന്ന ശ്രുതിയെ. അമ്മയ്ക്കും ചിരി വന്നു. പൊള്ളുമോ ആൻറ്റി? എന്താ ഒലിപ്പ്, അവളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ദൈവമേ. ഹാളിലേക്ക് നടക്കുന്നതിനിടയിൽ മണി ഒന്ന് ആത്മഗതിച്ചു. എന്താടി ആലോചിച്ചു കൂട്ടുന്നത്? പാറുവിൻ്റെ ചോദ്യം കേട്ടതും മണി ഒന്ന് തിരിഞ്ഞു നോക്കി. ഡോറും ചാടി നിൽക്കുന്ന പാറു. കൈ തേനെലിക്കയുണ്ട്. നിനക്കേത് നേരം ഈ തീറ്റ തന്നെ ഉള്ളൂ? ശവം. ഒരു നേരമെങ്കിലും ആ വായിക്കൊന്ന് റെസ്റ്റ് കൊടുക്ക്. മണി അവളെ തള്ളി മാറ്റിക്കൊണ്ട് റൂമിൽ കയറിക്കൊണ്ട് പറഞ്ഞു. അതുമാത്രം പറയരുത്, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ഈ നിലയ്ക്ക് നിന്റെ കല തുടർന്നാൽ ഈ വീട്ടിലൊരു കൊല നടക്കും. പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു ഹെഡ്ലൈനും, തിന്നു കുടുംബം വെളുപ്പിച്ച പെൺകുട്ടിയെ വീട്ടുകാർ കുത്തിക്കൊന്നു, അവരുടെ ഭക്ഷണം കൂടി എടുത്തു കഴിച്ചതിനാണ് കൊലയിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് കുടുംബം തുറന്നു പറഞ്ഞു. വാർത്ത വായിക്കും പോലുള്ള അവളുടെ ഡയലോഗ് കേട്ട് പാറു ദേഷ്യത്തോടെ അവളുടെ പുറകിലൊന്ന് തട്ടി. മണിയൊന്ന് പുറകിലേക്ക് ചാഞ്ഞിരുന്നു. എന്താടി, ഒരു മൂടില്ലല്ലോ? ആന്നേ, ആ ശ്രുതി വന്നതി പിന്നെ ഒരു സമാധാനം പോരാ. ഇന്ന് ഞാൻ കൂടെ തറവാട്ടിലേക്ക് അങ്ങ് പോയാ ആകെക്കൂടി. മുഖവും കയറ്റിക്കൊണ്ടുള്ള മണിയുടെ സംസാരം കേട്ട് പാറുവിന് പോലും ചിരി വന്നു. അതിനാണോ ഈ മോന്തിങ്ങനെ?
അതിന് പരിഹാരങ്ങൾ രണ്ടാ. ഒന്നെങ്കിൽ നീ പോകാതിരിക്കുക, അല്ലെങ്കിൽ ആ സാധനത്തിന് അങ്ങ് ഓടിക്കുക. അതിന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. കൂടാതെ അത് നമ്മുടെ തടിക്ക് കുറച്ച് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് നീ പോണ്ട, അതേ നടക്കൂ. തേനെല്ലിക്ക വായിലിട്ട് നുണഞ്ഞുകൊണ്ട് പാറു പറയുന്നത് കേട്ട് മണി ഇരുത്തി ചിന്തിക്കുകയാണ്. അത് നടക്കില്ല, പോയില്ലേ ശരിയാകത്തില്ല. പിന്നെ ആകെ ഒരാശ്വാസം, നീ ഇവിടെ ഉണ്ടല്ലോ. അവിടെ നന്ദേട്ടാ എന്ന് വിളിച്ച് പോയാൽ തന്നെ നീ ആദ്യം നന്ദേട്ടൻ്റെ അടുത്തെത്തണം. എനിക്കെന്തോ ആ വെള്ളിമൂങ്ങയെ കണ്ണെടുത്താൽ കണ്ടൂടാ. ചുണ്ടൊന്ന് വളച്ചുകൊണ്ട് മണി പറഞ്ഞതും പാറു ഒന്ന് പൊട്ടിച്ചിരിച്ചു. നിനക്ക് ഭ്രാന്ത. അവൾ മെല്ലെ മണിയുടെ തലയിലൊന്ന് മേടി.